അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം മാത്രമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങും നമ്മൾ അൻസാരി ദാസ് തൻ്റെ പിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരെ പറ്റിയല്ല, വിനോദിനെ പറ്റി. വിനോദിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, അപ്പം നമ്മൾ ഇല്ലാതാക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് അവനെ അധികം വളർത്താൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആകാശൻ രചനയെ അൻസാരിദാസിനെ കാണാൻ വരുന്നത്. അപ്പോൾ അവരും വിനോദിനെ തന്നെ പറയുകയാണ്, വിനോദിനെ എങ്ങനെയും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ രചന പറയുന്നു, ഇപ്പോൾ എൻ്റെ മകനെയും അവരങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അതിനൊരു തടയിടണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അൻസാരിദാസ് പറയുന്നു, അതിനെതിരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വിനോദിൻ്റെ കാര്യം പക്ഷെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ അവർ പോയതിന് ശേഷം വിനോദിനെ ഒതുക്കാനുള്ള പണികളുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിനോദിനെ അൻസാരിദാസ് വിളിക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. അതിനുശേഷം ഒരു കോടാലി പണിത് വെച്ചോളാൻ പറയുകയാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിനോദിനെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് അൻസാരിദാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതങ്ങനെ ഇത് ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ മാധവ് ഇഷിതയെ വിളിക്കുകയാണ്, ഇങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ മാധവാണെന്ന് പറയാം. അപ്പോൾ ഇഷിത പെട്ടെന്ന് ആരാണെന്നൊക്കെ ചോദിക്കുന്നു, പിന്നീട് മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനെ ഇഷിതയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇഷിത പറയുന്നു, മാളവിക ജയറാമിനെ പോയി കാണുക, അവർ നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്, ഇൻഫെർട്ടിലിറ്റിയാണ്, ഞാൻ അവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു കൊടുത്ത് ഡോക്ടറുടെ നമ്പറും വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് ഇത് വീട്ടിൽ വന്ന് നമ്മുടെ മാധവ് പറയുകയാണ്, നാളെ ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മാധവ് ഒന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ അവർ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആശു മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ആശു ഉടനെ ഇഷിതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇഷിത പറഞ്ഞു, ഞാൻ തന്നെയാണ് നമ്പർ കൊടുത്തത്, അവരെന്തായാലും ട്രീറ്റ്മെൻറ്റിന് പോട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ അവർ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി റെഡിയാണ്. അങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മാധവ് വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ വരുമ്പോൾ ആശുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ലയ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. എങ്കിലും നാളത്തെ എപ്പിസോഡിൽ ലയയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടറോട് പൊട്ടിത്തെറിക്കുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇഷിതയെ കാണുന്നു. അങ്ങനെ ഇഷിതയുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നു, ഇഷിതയെ മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറോട് പറയുന്നത്, നിങ്ങളുടെ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.